ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വൈറസ് ഇപ്പോൾ ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഹെൽത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കണം. ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടൈപ്പിലുള്ള തുളസിയില ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ തുളസിയില, പിന്നെ ഇതാണ് നമ്മുടെ ബേസിൽ ലീവ്സ്, അതായത് നമ്മുടെ കസ്കസ് ഉണ്ടാവുന്ന ചെടിയാണിത്. ഈ ഒരു ചെടിയിൽ നിന്നാണ് കസ്കസ് ഉണ്ടാവുന്നത്. ഈ തുളസിക്കതിര് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കറുത്ത കുരുക്കൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ കസ്കസ് എന്ന് പറയുന്നത്. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ശരിക്കും നല്ല കറുത്ത കളറിൽ നമുക്കിത് കിട്ടും. ഈ ഒരു കുരുവാണ് നമ്മൾ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിൽ പലരും കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടായിരിക്കും ഈ ഒരു കസ്കസ് സർബത്തിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിനി സർബത്തിനൊക്കെ കസ്കസ് വാങ്ങിക്കുമ്പോൾ കുറച്ചെടുത്തിട്ടൊന്ന് മണ്ണിൽ പാകി നോക്കണം. നന്നായിട്ട് ഇത് മുളച്ചിട്ട് നല്ല രീതിയിൽ വളർന്നു വരും, പെട്ടെന്ന് തന്നെ വളർന്നു വരും. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കസ്കസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ടും പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ തുളസിയുടെ ഇലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 2-3 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്താൽ മതി. 3 ഗ്ലാസ് വെള്ളത്തിന് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ഒരു 3 ഗ്ലാസ് വെള്ളം തിളച്ചിട്ട് ഒരു 2.5 ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ഡ്രിങ്കിലേക്ക് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഓരോ സാധനങ്ങളാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. മഞ്ഞൾ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാനും, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചിയും ജീരകമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ കറക്റ്റായിട്ട് വരാനും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ എന്തായാലും ഉറപ്പായിട്ടും കൂടും. ഈ ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. ചെറു ചൂടോടുകൂടി കുടിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ വൈകിട്ട് വന്നതിന് ശേഷവും കുടിക്കുക. ഒരു ലെമണും കൂടി ചേർത്തിട്ട് കുടിക്കുന്നതാണ് കുറച്ചും കൂടി നമുക്ക് പ്രതിരോധ ശക്തി കൂടാനായിട്ട് ബെറ്റർ. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 2-3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടാവും, അതുപോലെ കുരുമുളകും ജീരകമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാത്രം ഇട്ടിട്ടായാലും നമുക്കിത് തിളപ്പിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ലെമൺ പിഴിഞ്ഞൊഴിക്കാനായിട്ട്. ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് വേണം നമുക്ക് ഈ ലെമൺ പിഴിഞ്ഞൊഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഈ ഒരു 3 ഗ്ലാസ് വെള്ളത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ലെമൺ പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല, അര ഭാഗം മാത്രം മതി. ഞാനിതിപ്പോൾ നാരങ്ങ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ രാവിലെയും വൈകിട്ടും വെച്ചിട്ടാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങ ആ ഒരു ടൈമിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, നേരത്തെ മിക്സ് ചെയ്ത് വെക്കണ്ട. ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഒരുപാട് കൂട്ടാൻ സഹായിക്കുന്ന ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിച്ചിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്